PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പണം കൈപ്പറ്റിയിട്ടില്ലെന്ന മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ വാദം ശരിവെച്ച് രേഖകൾ പുറത്ത്. മാർച്ച് മെയ് മാസങ്ങളിൽ സംസ്ഥാനത്തിന് കേന്ദ്രം അനുവദിച്ച തുക PM ശ്രീ പദ്ധതി പ്രകാരമായിരുന്നില്ല. പദ്ധതിയിൽ ഒപ്പിട്ടാലും ഇല്ലെങ്കിലും കേന്ദ്രം നൽകേണ്ട തുകയാണിത്. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള റീഇംബേഴ്സ്മെന്റ് തുകയാണ് കേന്ദ്രം അനുവദിച്ചത്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിന് കേന്ദ്ര ഫണ്ട് ലഭിച്ചത് എന്നുള്ള UDF പ്രചാരണം അവസാനിപ്പിക്കണമെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിന് കേന്ദ്ര സർക്കാരിൽ നിന്നും ഒരു ആനുകൂല്യവും കേരളം സ്വീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള വിഹിതം വാങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറുവാൻ സാധ്യമല്ല എന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. ഫലത്തിൽ 205 കോടി രൂപ പാസ്സാക്കിയെങ്കിലും 99 കോടി 27 ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. അതും ചില അഡ്ജസ്റ്റ്മെന്റുകളും ഇതിന് വിധേയമാണ്. PM ശ്രീയും ഈ തുകയുമായി യാതൊരു ബന്ധവുമില്ല. ബഹുമാനപ്പെട്ട ഇതിനെ സംബന്ധിച്ചിടത്തോളം പ്രതികരിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് SSKയും PM ശ്രീ ഫണ്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതുകൊണ്ടാണ് നേരത്തെ കേരളത്തിന് പണം ലഭിച്ചിരുന്നത് എന്നാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത്. മുസ്ലിം ലീഗ് നേതാക്കളും ഏതാണ്ട് അതേ നിലയിൽ തന്നെ വാദം ആവർത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ ലഭ്യമാകുന്ന രേഖകൾ അനുസരിച്ച് PM ശ്രീയിൽ ഒപ്പിട്ടതുകൊണ്ട് അല്ല ഈ പണം കിട്ടിയത് എന്നാണ്. അത് സംസ്ഥാനത്തിനുള്ള റീഇംബേഴ്സ്മെന്റ് പ്രകാരം ലഭിക്കേണ്ട പണമായിരുന്നു. എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? ദിലീപ്, ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് PM ശ്രീ പദ്ധതി ചർച്ചയായത് ഇന്നലെയാണ്. ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് മന്ത്രിസഭാ ഉപസമിതി PM ശ്രീയെക്കുറിച്ച് പഠിക്കാൻ മന്ത്രിസഭാ ഉപസമിതി അടക്കം നിശ്ചയിച്ചത്. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട മുഖ്യമന്ത്രി VD സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ പറഞ്ഞത് കഴിഞ്ഞ സർക്കാർ എടുത്തുവെച്ച ബാധ്യത അത് തങ്ങൾക്കും ചുമക്കേണ്ടി വരുന്നു. മാത്രമല്ല PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞ സർക്കാർ പണം വാങ്ങിയെന്നൊക്കെയുള്ള കാര്യങ്ങൾ, പദ്ധതിയുമായി ബന്ധപ്പെട്ട് പണം വാങ്ങിയെന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു ഈ സർക്കാർ ന്യായമായി പറഞ്ഞത്. വിദ്യാഭ്യാസ മന്ത്രിയും സമാനമായ ന്യായമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത്. എന്നാൽ PM ശ്രീ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ, മുൻ സർക്കാർ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട MOU ഒപ്പിട്ടതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട പണം കൈപ്പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. സംസ്ഥാനത്തിന് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന് സംസ്ഥാനത്തെ കുട്ടികൾക്ക്, സ്കൂളുകൾക്ക് കിട്ടാനുള്ള പലതരത്തിലുള്ള തുക, പല കാര്യങ്ങളുടെ തുക, അതടക്കമുള്ള കാര്യങ്ങൾ ഈ PM ശ്രീയുടെ പേരിൽ തടഞ്ഞു വെച്ചിരിക്കുന്നു. അത് വിട്ടുകിട്ടാൻ വേണ്ടി തങ്ങൾ അന്ന് MOU സൈൻ ചെയ്തതാണ്, പിന്നീട് തുടർ പ്രവർത്തികൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല എന്നൊക്കെയുള്ളതായിരുന്നു മുൻ സർക്കാരിന്റെ വാദം. ഏതായാലും ആ വാദം വാദത്തിലെ ഒരു കാര്യം ശരിവെക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ചില രേഖകൾ പുറത്തു വരുന്നത്. അതായത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ പണം കൈപ്പറ്റി എന്നുള്ള ഇപ്പോഴത്തെ സർക്കാരിന്റെ മന്ത്രിമാരുടെ വാദം അത് തെറ്റാണ്. ഈ രേഖകൾ പ്രകാരം ചൂണ്ടിക്കാണിക്കുന്നത് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള റീഇംബേഴ്സ്മെന്റ് തുക അത് ഈ PM ശ്രീ ഒപ്പിട്ടു. അതിനുശേഷം പിന്നീട് നടന്ന മാസങ്ങളിലെ മീറ്റിംഗ് മിനിറ്റ്സിന്റെ രേഖകൾ കൃത്യമായി തന്നെ പറയുന്നുണ്ട് അത് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള റീഇംബേഴ്സ്മെന്റ് തുകയാണ്. ആ കണക്കിൽ 2026 മാർച്ച് മാസം കേന്ദ്രം 99.27 കോടി രൂപ സംസ്ഥാനത്തിന് അനുവദിച്ചിട്ടുണ്ട്. അത് ആ രേഖയിൽ വ്യക്തമാണ്. രണ്ടാമതൊരു രേഖയുണ്ട്. ആ രേഖയിൽ 2026 മെയ് 20 106 കോടി രൂപ അനുവദിച്ചു. പക്ഷേ അത് സംസ്ഥാനത്തിന്റെ ഫണ്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി ആ രേഖയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ഈ 2 മാസങ്ങളിലും നടന്നിട്ടുള്ള മീറ്റിംഗുകളുടെ മിനിറ്റ്സ് രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ രേഖകൾ എവിടെയെങ്കിലും PM ശ്രീ എന്ന് പറയുന്നില്ല. ഈ SSKക്ക് കീഴിൽ വരുന്ന ഈ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള റീഇംബേഴ്സ്മെന്റ് തുക എന്നാണ് കൃത്യമായ ആ രേഖയിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സ്കൂളിൽ നമ്മുടെ കുട്ടികൾക്കുള്ള 2023 മുതൽ അവരുടെ സൗജന്യ യൂണിഫോം, സൗജന്യ പാഠപുസ്തകം ഇതടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടാണ് അവസാനം എത്തിയ 99 കോടി എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. ഏതായാലും ഇതിന് പിന്നാലെ മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കം സർക്കാരിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. സർക്കാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ചില വ്യാജ കാര്യങ്ങൾ പറയുന്നുണ്ട്. PM ശ്രീ പദ്ധതിയുമായി മുൻ സർക്കാർ മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ള അവകാശവാദം വീണ്ടും ഉന്നയിക്കുകയാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള ആളുകൾ. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.